നമ്മുടെ സുഭാഷ് കുഴിവിനെ ഗുണ കേവ്സ് അല്ലേ ഈ കാണുന്നത്. കൊക്കർണയിലെ മിസ്റ്റീരിയസ് ആയ യാന കേവ്സ് ആണ്. ഒരുപാട് കഥകളും മിത്തുകളുമായി ചുറ്റിപ്പണഞ്ഞ് നടക്കുന്ന ഈ സ്ഥലത്തിന് പുരാണങ്ങളുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. അസുര രാജാവായ ഭസ്മാസുരനെ തന്റെ കൈകൾ ആരുടെ തലയിൽ വെക്കുന്നോ അവർ ഭസ്മമായി തീരുമെന്ന് ശിവനിൽ നിന്നും ഒരു വരം കിട്ടിയിരുന്നു. ആ കിട്ടിയ വരത്തിന്റെ ശക്തി ശിവന്റെ മേലെ തന്നെ പ്രയോഗിക്കണമെന്നായപ്പോൾ ശിവേട്ടൻ രക്ഷ തേടി വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഭസ്മാസുരനെ നശിപ്പിക്കാനായി വിഷ്ണു മോഹിനി അവതാരമായി രൂപമെടുത്തു. സൗന്ദര്യം കൊണ്ട് വശീകരിക്കുന്ന മോഹിനിയുടെ മേലെ ഭസ്മാസുരനും വീണുപോയി. അങ്ങനെ മോഹിനി വെല്ലുവിളിച്ച നൃത്ത മത്സരത്തിൽ ഭസ്മാസുരനും പങ്കെടുക്കുകയുണ്ടായി. മോഹിനി നൃത്തം ചെയ്യുമ്പോൾ ബുദ്ധിപൂർവ്വം തലയിൽ കൈവച്ചായിരുന്നു നൃത്തം ചെയ്തത്. ഇത് കണ്ടിട്ട് ഭസ്മാസുരൻ തൻ്റെ വരമെന്താണെന്നുള്ളതറിയാതെ തലയിൽ കൈവച്ച് സ്വയം കത്തി അമർന്നപ്പോൾ ഭയാനകമായ അഗ്നിയാണത്ര ഉണ്ടായത്. അങ്ങനെയാണ് ഭൈരവേശ്വര ശിക്കാര, മോഹിനി ശിക്കാര എന്ന ഈ രണ്ട് മലകൾ രൂപപ്പെട്ടത്. അതുമാത്രമല്ല, ഈ ഗുഹയുടെ അടിയിൽ ഒരു സ്വയംഭു ഉണ്ടെന്നും മലയുടെ മേലെ നിന്ന് ഉറവ് വെള്ളം നേരെ ഈ സ്വയംഭുലേക്ക് വീഴുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഗുഹ വേറെ എവിടെയുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലാണ്. ഈ കുംത റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് ഒരു 2 വീലർ റെന്റ് എടുത്തിട്ട് 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ യാന കേവ്സിന്റെ എൻട്രൻസിൽ എത്താൻ പറ്റും. അവിടെ നിന്ന് 20 രൂപയുടെ ടോക്കൺ എടുത്ത് 3 കിലോമീറ്റർ കാട്ടിലൂടെ ട്രെക്ക് ചെയ്ത് പോയാൽ നമുക്ക് ഈ സ്വയംഭൂ ഉള്ള ഈ ശിവൻ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ശിവനെയും കണ്ട് നേരെ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ച് ഗുഹ മൊത്തം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഗുഹയ്ക്കകത്ത് എല്ലാം കണ്ട് ആസ്വദിച്ച് പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഈ വിഭൂതി വാട്ടർഫാൾസ്, വാടി വാട്ടർഫാൾസ് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ഒരു 1 ഡേ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റും. ഇതുപോലെ നാട്ടിൽ നിന്ന് പോയി വരാവുന്ന ഒരു 1 ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ഡീറ്റെയിൽസ് ഒന്ന് കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം.